Skoda Fabian ആദ്യമായി Montecarlo Edition വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കണ്ടത് Montecarlo Edition കണ്ടത് റാപ്പിഡിലായിരുന്നു. റാപ്പിഡിൽ Montecarlo Edition വാസ് ലൈക്ക് എ സക്സസ് സ്റ്റോറി ആണ് കംപ്ലീറ്റ് റാപ്പിഡിൻ്റെ ഇതിൽ പറയാനുള്ളത്. കാരണം വൈറ്റിലും റെഡിലും എല്ലാം ഉണ്ടായിരുന്നു Montecarlo Edition. അതിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ക്രോം എല്ലാം മാറി ബ്ലാക്ക് ഔട്ട് ചെയ്ത് Montecarloയിലും നോർമൽ റാപ്പിഡിലും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ആയിട്ടാണ് വാഹനം വന്ന് സ്കോഡ ഇറക്കിയത്. എന്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ SUV ആയ കുഷാക്കിലും Montecarlo എഡിഷൻ വന്നിരിക്കുകയാണ്. Montecarlo എഡിഷനിൽ നമ്മൾ റാപ്പിഡിലോ കണ്ട പോലെ തന്നെ 2 കളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു എഡിഷൻ Montecarlo എഡിഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിലൊന്ന് വൈറ്റ് ആണ്, നമ്മുടെ കൂടെയുള്ള റെഡാണ് രണ്ടാമത്തെ കളർ. റെഡിൽ ബ്ലാക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കളറാണ്. കാരണം എൻ്റെ റാപ്പിഡും ആ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിരുന്നു. അത് Montecarlo അല്ലായിരുന്നു, പക്ഷേ അത് Montecarlo പോലെ ആക്കിയെടുത്തായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് കുഷാക്കിൽ കിട്ടുകയാണ്. റെഡ് കളറിൽ ബ്ലാക്ക് ഇൻസേർട്സ് കംപ്ലീറ്റ് വന്ന ആ ഒരു ക്രോം കാര്യങ്ങളെല്ലാം പോയി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വാക്ക് റൗണ്ട് ആണിത്. വാക്ക് റൗണ്ടിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത്. കംപ്ലീറ്റ് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രോം വന്നിരുന്നത് കംപ്ലീറ്റ് മാറി ഫുൾ ബ്ലാക്ക് ഔട്ടായി. അതിൻ്റെ ഇതെല്ലാം ക്രോം ആയിരുന്നു, അല്ലെങ്കിൽ ക്രോം ആണ് നോർമൽ കുഷാക്കിൽ. അത് മാറി ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയി. താഴെയാണെങ്കിലും ഈ ഒരു ബ്ലാക്ക് സ്പേസ് വന്നു. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം. പിന്നെയുള്ള ഈ ഒരു ഹൗസിങ്ങും ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അതാണ് ഫ്രണ്ടിൽ. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റും എല്ലാം തന്നെ ആ ഒരു ബ്ലാക്കിൻഡ് ഫീല് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ സൈഡാണ്. സൈഡിൽ വരുമ്പോൾ വീൽസ് വരുന്നത് 205, 55, 17 ആണ് വീൽസ് വരുന്നത്. അതുപോലെ ഈ ഒരു അലോയ് ആണെങ്കിലും നമ്മൾ Octavia RS245 കണ്ട ആ ഒരു സെയിം സ്റ്റൈലിങ്ങിൽ ആ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ അലോയ്സ് വന്നിരിക്കുന്നത്. ടയേഴ്സ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. സോ എന്താണെങ്കിലും അതാണ് Montecarlo. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ ഈ ഒരു ബ്ലാക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഈ ഒരു ഇൻസേർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ Montecarlo എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതാണ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു റൂഫ് റെയിൽ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയി. അതുപോലെ റൂഫ് ടോപ്പിലും നമുക്ക് ഇപ്പോൾ ഒരു കോമ്പിനേഷൻ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെയും കാണാം Montecarloയുടെ ഒരു ബാഡ്ജിങ്. പിന്നെ നമുക്ക് നേരെ ബാക്കിലേക്ക് പോവാം. ബാക്കിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സകല ലെറ്റേഴ്സും എല്ലാം ബ്ലാക്കിൽ വന്നു. സ്കോഡയുടെ ഈ ഒരു ബാഡ്ജിങ് ബ്ലാക്കിൽ വന്നു. കുഷാക്ക് അതുപോലെ ഇത് നേരത്തെ ക്രോം ആയിരുന്നു, ആ ക്രോം മാറി ഇപ്പോൾ ബ്ലാക്ക് വന്നു. താഴെയാണെങ്കിലും ആ ഒരു ബ്ലാക്ക് കംപ്ലീറ്റ് വന്നു. സോ ബോഡി കളർ പ്ലസ് ബ്ലാക്ക്, ഇതാണ് Montecarloയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ആ ഒരു പ്രസൻസ് ഡെഫിനറ്റ്ലി റെഡ് ആൻഡ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ആ ഒരു പ്രസൻസ്, റോഡ് പ്രസൻസ് ഗംഭീരം തന്നെയാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നെന്ന് നോക്കാം. ആക്ച്വലി ഇൻറ്റീരിയറിൽ ശരിക്കും ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. കുഷാക്കിൻ്റെ Montecarloയിൽ ആ ഒരു Montecarlo എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലുണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പിടിക്കുന്നതാണ്. വേറെ സ്ക്രീൻ സൈസോ അങ്ങനെ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിലും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിലൊരു പ്ലസ് വരുന്നത് ഇത് കംപ്ലീറ്റ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നു എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഡിജിറ്റലാണ്. നോർമൽ കുഷാക്കിൽ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കംപ്ലീറ്റ് Montecarloയിൽ ഡിജിറ്റലാണ് ഇപ്പോൾ വരുന്നത്. അതിനകത്ത് റെഡ് ആക്സൻസും നൽകിയിട്ടുണ്ട്. സോ ആ റെഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു Montecarlo റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അതിനകത്ത് കയറി വന്നു. ഈ ഒരു റെഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും കൂടെ കയറി വന്നു. എന്താണെങ്കിലും ഇപ്പോൾ കൺസോളിൻ്റെ സെൻറ്റർ കൺസോളിൽ കംപ്ലീറ്റ് ഒരു റെഡ് കളർ വന്നു. അതുപോലെ തന്നെ ഒരു ആംബിയൻ ലൈറ്റിംഗ് റെഡ് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിനാണെങ്കിലും ആ റെഡ് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇല്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഇപ്പോൾ ഈ Montecarlo എഡിഷനിൽ ഒരു റെഡ് ഫീലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടി ഈ ഒരു റെഡ് കളർ കോമ്പിനേഷനിൽ കൂടി വന്നപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Montecarlo ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 2 കളേഴ്സിലാണെന്ന് ഞാൻ പറഞ്ഞു, വൈറ്റിലും റെഡിലും. ഇത് കൂടാതെ എഞ്ചിൻ നമുക്ക് 1 ലിറ്ററിലും 1.5 ലിറ്ററിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഗിയർ ബോക്സ് ആണെങ്കിലും മാനുവൽ ഗിയർ ബോക്സിലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും നമുക്ക് ഈ 1 ലിറ്ററും 1.5 ലിറ്ററും അവൈലബിൾ ആയിരിക്കും. എന്താണെങ്കിലും ഈ 1 ലിറ്റർ ഇപ്പോൾ വരുന്നത് ഒരു 115 PS പവറും അതുപോലെ തന്നെ ഒരു 178 ന്യൂട്ടൺ മീറ്റർ ടോക്കുമുള്ള എഞ്ചിനാണ് വരുന്നത്. അത് സെയിം ആസ് കുഷാക്ക്, നമുക്കുള്ള കുഷാക്കിൽ സെയിം തന്നെയാണ്. അതുപോലെ അതിനകത്തൊരു 6 സ്പീഡ് മാനുവലും ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഒരു ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നമുക്ക് Montecarloയിൽ ലഭിക്കുന്നത്. 1.5ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1.5ൽ കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. 148 PS പവറാണ് വരുന്നത്. അതുപോലെ തന്നെ 248 248 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. സോ കുറച്ചും കൂടി പവറും ഉണ്ടാകും, കുറച്ചും കൂടി ടോർക്കും ഉണ്ട്. അതിനകത്തും Montecarlo എഡിഷനിൽ നമുക്കൊരു 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 7 സ്പീഡ് DSGയും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ Montecarlo എഡിഷനിലും സെയിം ആസ് കുഷാക്കിൻ്റെ നോർമൽ മോഡലിലുള്ള
എല്ലാം തന്നെ നമുക്കിപ്പോൾ മോണ്ടെകാർലോ എഡിഷനിൽ വൈറ്റിലും റെഡിലും നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത കോമ്പിനേഷൻ എന്നും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ മോണ്ടെകാർലോ അല്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ ഒരു ഡീക്രോം ചെയ്യാറുണ്ട് വാഹനങ്ങൾ. നമ്മൾ പല വാഹനങ്ങളും കണ്ടാണ്. എന്താണെങ്കിലും കമ്പനി തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകുമ്പോൾ ഭംഗിയാണ്, ഒരു സംശയം വേണ്ട. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. റെഡിലാണെങ്കിലും വൈറ്റിലാണെങ്കിലും ആ ഒരു ഭംഗി, ഒരു ബ്ലാക്ക് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ഒരു ഭംഗിയുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇത് ഇപ്പോൾ നമുക്ക് ഷോറൂംസിൽ അവൈലബിൾ ആണ്. ഈ വാഹനം നമ്മൾ ഈ വാക്ക് അറൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോർമൽ കുഷാക്കിനേക്കാളും ഒരു 50,000 കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, അലോയ്സിൽ വ്യത്യാസമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ള ഒരുപാട് കാര്യങ്ങൾ വാഹനത്തിൽ ചെയ്തു തന്നെയാണ് ഇപ്പോൾ കമ്പനി തരുന്നത്. സോ എന്താണെങ്കിലും ഇറ്റ് ലുക്സ് നീറ്റ്, ഇറ്റ് ലുക്സ് നൈസ്, ഇറ്റ് ലുക്സ് വെരി സ്പോട്ടി. വളരെ സ്പോട്ടി ആയിട്ടുള്ളൊരു ഫീലാണ് തരുന്നത്. എന്താണെങ്കിലും കുഷാക്കിൻ്റെ ആ ഒരു ഡയമെൻഷൻസ് അതുപോലെ തന്നെ റൈഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കുഷാക്കിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മുകളിലും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വെരി ഗുഡ് ഡേ.